വെൽക്കം ടു വണ്ടർ ബി. കൂട്ടുകാരെ, നാം ഇന്ന് കേൾക്കാൻ പോകുന്നത് അമ്മിണി മുയലിന്റെ കഥയാണ്. അമ്മു മുയലിന്റെ മകളാണ് അമ്മിണി മുയൽ. അവൾ മഹാമടിച്ചിയാണ്. എന്തെങ്കിലും കുറച്ചുകൊണ്ട് എപ്പോഴും ടിവിയും കണ്ടിരിക്കുകയാണ് അമ്മിണി മുയലിന്റെ പണി. ഒരു ദിവസം ക്യാരറ്റ് കൊണ്ട് ഹൽവയുണ്ടാക്കി മുയലമ്മ അമ്മിണി മുയലിന് കൊടുത്തു. ഒരു സ്വാദുമില്ലാത്ത ഇത് എനിക്ക് വേണ്ട, ഇങ്ങനെ പറഞ്ഞിട്ട് അമ്മിണി മുയൽ ഒറ്റത്തട്ട്. അമ്മു മുയലിന് നന്നേ സങ്കടം വന്നു. എന്തു ചെയ്യണമെന്നറിയാതെ അമ്മു മുയൽ അങ്ങനെ നിൽക്കുമ്പോഴാണ് കുങ്കൻ പൂച്ച അങ്ങോട്ട് വന്നത്. കാട്ടിലെ സ്കൂളിലെ മാഷാണ് കുങ്കൻ പൂച്ച. അമ്മിണി മുയൽ കേൾക്കാതെ അമ്മു മുയൽ കാര്യങ്ങളെല്ലാം കുങ്കൻ മാഷിനോട് പറഞ്ഞു. കുങ്കൻ മാഷ് നേരെ അമ്മിണിയുടെ അടുത്തെത്തി. അമ്മിണിക്കുട്ടി, കുങ്കൻ മാഷ് പറഞ്ഞു, നീയൊരു നല്ല പാചക വിദഗ്ധയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്ക് നീയൊരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കി തരാമോ? നല്ല വിശപ്പ്. ഇത്രയും പറഞ്ഞിട്ട് കുങ്കൻ മാഷ് ചാരു കസേരയിൽ കയറി കിടപ്പായി. അമ്മയുണ്ടാക്കിയ ക്യാരറ്റ് ഹൽവ താൻ തട്ടിയെറിഞ്ഞില്ലേ, ഇനി എന്തു ചെയ്യും? വേറെ നിവൃത്തിയില്ലാതെ അവൾ അടുക്കളത്തോട്ടത്തിൽ ചെന്ന് ക്യാരറ്റ് പറിച്ചു, കഴുകി വൃത്തിയാക്കി കുനുകുനെ അരിഞ്ഞെടുത്തു. പിന്നെ അമ്മയോട് ചോദിച്ച് ചേർക്കേണ്ടതെല്ലാം ചേർത്ത് അടുപ്പത്ത് വെച്ച് ഹൽവയുണ്ടാക്കി. അപ്പോൾ കുങ്കൻ മാഷ് എന്തു ചെയ്തെന്നോ? അതിൽ നിന്ന് കുറച്ചെടുത്ത് അമ്മിണി മുയലിനും അമ്മ മുയലിനും കൊടുത്തു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ രണ്ടുപേരും പറയൂ, എങ്ങനെയുണ്ട് അമ്മിണി ഉണ്ടാക്കിയ ഹൽവ? നല്ല സ്വാദ്. അമ്മിണി മുയലും അമ്മ മുയലും ഹൽവ കഴിച്ചിട്ട് ഒപ്പം പറഞ്ഞു. അപ്പോൾ അല്പം ഹൽവ രുചിച്ചു നോക്കിയിട്ട് കുങ്കൻ മാഷ് പറഞ്ഞു, അമ്മിണി മുയൽ ആദ്യമായിട്ടാണ് ഹൽവയുണ്ടാക്കുന്നതെന്ന് ഇത് കഴിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം ഈ ഹൽവ അത്ര നന്നായിട്ടില്ല. പക്ഷേ അതിന് സ്വാദുണ്ടെന്ന് അമ്മിണി മുയലിന് തോന്നി. കാരണം എന്താ? സ്വയം അധ്വാനിച്ചുണ്ടാക്കി കഴിക്കുന്ന ഭക്ഷണത്തിന്റെ സ്വാദ് ഒന്ന് വേറെ തന്നെ. അതുപോലെ അമ്മ മുയലിനും ഇത് വളരെ നന്നെന്ന് തോന്നി. കാരണം തന്റെ പ്രിയപ്പെട്ട മകൾ വെച്ചുണ്ടാക്കിയ ഹൽവയാണിത്. പ്രിയപ്പെട്ടവർ നൽകുന്ന എന്തും നമുക്ക് പ്രിയപ്പെട്ടത് തന്നെ. അമ്മിണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് കുങ്കൻ പൂച്ച അവളോട് തുടർന്നു, നേരത്തെ അമ്മുമുയൽ വെച്ചുണ്ടാക്കിയ ഒന്നാന്തരം ഹൽവ നീ തട്ടിയെറിഞ്ഞു. കാരണം അതിൽ നിന്റെ അധ്വാനമില്ല. നിനക്ക് നിന്റെ അമ്മയോട് വേണ്ടത്ര സ്നേഹവുമില്ല. അപ്പോഴാണ് തന്റെ പ്രവൃത്തി അമ്മയെ എത്രമാത്രം വേദനിപ്പിച്ചിരിക്കും എന്ന് അമ്മിണി മുയൽ മനസ്സിലാക്കിയത്. അവൾ അമ്മയോട് ക്ഷമ ചോദിച്ചു. അന്നു മുതൽ അമ്മയെ എല്ലാ ജോലികളിലും സഹായിച്ചു. ടിവി കണ്ടിരിക്കാതെ നന്നായി പഠിക്കുകയും മിടുമിടുക്കിയായി തീരുകയും ചെയ്തു.